അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിമുട്ടയും സവാളയൊക്കെ ചേർത്ത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി വിഭവമാണ് നമ്മൾ കാണിക്കുന്നത്. അത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു ഉരുളിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായാൽ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം നീളത്തിലരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 വറ്റമുളക് മുറിച്ചിട്ടതാണ് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടുണ്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നോട്ടെ, കരിഞ്ഞു പോകാത്ത രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം നമ്മളത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചുരണ്ടിയെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ ഒന്ന് മുരിപ്പിച്ചെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണ്ട. ഏകദേശം ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ആ തേങ്ങയുടെ നീരൊന്ന് വലിഞ്ഞിട്ടിയാൽ മതി കേട്ടോ. അതുവരെ ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കുക. അത് ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ അധിക പേരും കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പോൾ ചിലരൊന്നും ലൈക്ക് പോലും തരുന്നില്ല. അപ്പോൾ ഒരു ലൈക്ക് ചെയ്തിട്ടെങ്കിലും വീഡിയോ കാണുക. പിന്നെ യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾ മുന്നിലെത്തും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ, അത് മതി. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായ ഒരു 3 കോഴിമുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിമുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ട മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ വരുന്നത്. കാരണം അത് അത്രയ്ക്ക് രുചിയാണിത്. അപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് വേണ്ടതേ ഒരു 3 സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നൈസാക്കി അരിഞ്ഞെടുത്താണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാട്ടത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ധൈര്യമായിട്ടത് കൊടുത്ത് വിട്ടോളി. നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലോണം വെന്ത് പോകണ്ട, ചെറുതായിട്ട് നമുക്കൊരു കടി കിട്ടണം ഉള്ളി, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ വീണ്ടും പറയണതാണ്. അപ്പോൾ സംഗതി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടല്ലേ,
ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സവാളയും മുട്ടയും കൊണ്ട് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനും പറ്റിയ നല്ലൊരു വിഭവം നമ്മൾ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.